അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ സെക്രട്ടറി ഓഫ് വാർ പീറ്റർ ഹാക്സറ്റ്, CIA ഡയറക്ടർ, അതേപോലെ തന്നെ അമേരിക്കൻ സേനയുടെ ചീഫ് സ്പോക്സ് പേഴ്സൺ, ഇവർ 4 പേരും കൂടെ ഇന്നലെ വൈറ്റ് ഹൗസിൽ നടത്തിയ പത്രസമ്മേളനം. എനിക്കറിയത്തില്ല എത്ര പേര് കണ്ടു ഈ വീഡിയോ കാണുന്നവർ. ഏകദേശം 90 മിനിറ്റാണ് ആ പത്രസമ്മേളനം നീണ്ടുനിന്ന് ജാം പാക്ഡ് ആയിരുന്നു. കാരണം എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും പത്രക്കാർക്ക് വേണ്ടി സംഭവങ്ങളും മീറ്റും മസാലയൊക്കെ ഇട്ട് കൊടുക്കും. അയാളൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്കറിയാം, എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇഷ്ടം പോലെ ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. മനസ്സിലാക്കുക, ആ സമയത്താണ് ലോകത്തെ പല നേതാക്കളും ഒരു പത്രക്കാരൻ്റെ ഒരു ചോദ്യം ചോദിക്കാനോ, ഇൻക്ലൂഡിങ് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും പേരിന് നടത്തുന്ന പത്രസമ്മേളനം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല. ഇഷ്ടമുള്ള ചോദ്യം ചോദിക്കുക, അയാൾക്ക് ഇഷ്ടമുള്ള ആൻസർ കൊടുക്കുക. ആൻസർ ഇന്നതാകണമെന്ന് പ്രതീക്ഷിക്കുകയൊന്നും ചെയ്യരുത്, അയാൾക്ക് തോന്നുന്ന ആൻസർ കൊടുക്കും. ആ രീതിയിലാണ് പത്രസമ്മേളനം. ഈ പത്രസമ്മേളനത്തിൻ്റെ പ്രധാന പ്രസക്തി എന്ന് പറയുന്നത്, അതായത് 48 അവേഴ്സിനുള്ളിൽ അതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നത് ഏകദേശം 7 മണിക്കൂറാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ രണ്ടാമത്തെ, അതായത് F-15 ഈ ഈഗിൾ കാറ്റഗറിയിലുള്ള ഫൈറ്റേഴ്സ്, അതിനകത്തെ കേണൽ റാങ്കുള്ള വെപ്പൺ ഓഫീസർ, അദ്ദേഹം പുറയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു, അദ്ദേഹമാണ് ഫയർ ചെയ്യുന്നത്. ഇത് ഇറാനിയൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ മിസൈലോ ലോഞ്ചോ ഹിറ്റായി അവസാനം ഇത് അവർ ഇജക്റ്റ് ചെയ്തു. പൈലറ്റിനെ രക്ഷപ്പെടുത്തി. ഈ വെപ്പൺ ഓഫീസർ കേണൽ, ഇയാളെ രക്ഷപ്പെടുത്താൻ ആദ്യം പറ്റുന്നില്ല, ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരൊറ്റ മെസ്സേജ് വന്നു, ഗോഡ് ഈസ് ഗുഡ്. ഇതാണ് മെസ്സേജ് വന്ന ആ റേഡിയോയിൽ കൂടെ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന പത്രസമ്മേളനം മുഴുവനും ഒരു റിലീജിയസ് പത്രസമ്മേളനമായിരുന്നു. ഒരു സുവിശേഷകൻ എങ്ങനെയാണ് പത്രസമ്മേളനം നടത്തുക, ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് നടത്തുന്ന പത്രസമ്മേളനം ആയിരുന്നില്ല ബേസിക്കലി. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കുക, ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലവൻ എടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി എടുക്കുക, അദ്ദേഹം ഹിന്ദു ബിലീവറാണ്, മറ്റുള്ളവർ മുസ്ലിം ബിലീവേഴ്സ് ഉണ്ട്, മറ്റ് ക്രിസ്ത്യൻ ബിലീവേഴ്സ് ഉണ്ട്, മറ്റു പലരും ഉണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലവൻ ഇതേപോലെ റിലീജിയസ് രീതിയിൽ പത്രസമ്മേളനം നടത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ?